ഫരീദാബാദിലെ വൈറ്റ് കോളർ ഭീകര സംഘത്തിൽ നിന്നും പിടിച്ചെടുത്ത സ്ഫോടക വസ്തു പരിശോധിക്കുന്നതിനിടെ ജമ്മുകശ്മീരിൽ പൊട്ടിത്തെറിയുണ്ടായത്. ബൽറാം നെടുങ്ങാടി കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, അത് ഒരു അട്ടിമറിയാണ് എന്ന് കരുതുന്നില്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റു തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തരുത് എന്നുള്ള നിർദ്ദേശം കൂടി അവരിൽ നിന്നുണ്ടാവുന്നുണ്ട്. എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ബൽറാം? റിജിത്ത്, ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഇന്നലെ രാത്രി 11:22 നൗഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ പൊട്ടിത്തെറിയിൽ കൊല്ലപ്പെട്ട 9 പേരുടെയും മൃതദേഹങ്ങൾക്ക് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ആദരം അർപ്പിച്ചിരിക്കുന്നു. മൃതദേഹങ്ങൾ ഇപ്പോൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇന്ന് രാവിലെ ഈ സ്ഫോടന സ്ഥലത്തിന് സമീപം ഇവരുടെ ബന്ധുക്കൾ, കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ, പരിക്കേറ്റവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ എത്തുകയും അത് നേരിയ തോതിൽ പോലീസുമായി ചില സംഘർഷങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. എന്തായാലും മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ ബന്ധുക്കൾക്ക് കൈമാറുകയാണ്. ഈ സംഭവത്തിന് പിന്നിൽ അട്ടിമറിയില്ല എന്നാണ് ജമ്മു കശ്മീർ പോലീസ് DGP നളിൻ പ്രഭാതും ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും അറിയിക്കുന്നത്. സംഭവം നടന്നത് നടപടിക്രമങ്ങൾ എല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ഈ കണ്ടെത്തിയ സ്ഫോടക വസ്തുക്കളുടെ സാമ്പിളുകൾ എടുത്ത് പരിശോധിക്കുന്നതിനിടെ അബദ്ധത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് വിശദീകരണം. അത് കഴിഞ്ഞ 2 ദിവസമായി ഈ സാമ്പിളുകളുടെ പരിശോധന തുടരുകയാണ് എന്നും ജമ്മു കശ്മീർ പോലീസ് DGP അറിയിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി 11:22 ഈ വലിയ പൊട്ടിത്തെറി ഉണ്ടായത്. നൗഗാം പോലീസ് സ്റ്റേഷനിലെ തുറസായ ഒരു സ്ഥലത്ത് സുരക്ഷിതമായി ഈ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അതിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിക്കുകയായിരുന്നു ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ ഉദ്യോഗസ്ഥരും ജമ്മു കശ്മീർ പോലീസ് ഉദ്യോഗസ്ഥരും കൂടാതെ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന റവന്യൂ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ. അതിനിടെയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. അത് 30 കിലോമീറ്ററോളം അകലെ ഈ പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടു എന്നാണ് ദൃക്സാക്ഷികൾ അറിയിക്കുന്നത്. അത്രത്തോളം വലിയൊരു പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. നിരവധി വാഹനങ്ങൾ കത്തിനശിച്ചു. ഈ നൗഗാം പോലീസ് സ്റ്റേഷൻ പൂർണ്ണമായും തകരുകയും സമീപത്തുള്ള കെട്ടിടങ്ങൾക്ക് ഗുരുതരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ 29 പേർ നിലവിൽ ഇപ്പോൾ പരിക്കേറ്റ ചികിത്സയിലാണ്. 2 ആശുപത്രികളിലായി ചികിത്സയിലുള്ള ഇവരുടെ 3 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നും ആശുപത്രി അധികൃതർ അറിയിക്കുന്നുണ്ട്. ഇവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനുള്ള ആവശ്യമായ നിർദ്ദേശങ്ങളും ലഫ്റ്റനന്റ് ഗവർണർ ഇന്ന് അവരെ സന്ദർശിച്ച് നൽകിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ അട്ടിമറിയുണ്ട് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ആദ്യഘട്ടത്തിൽ പ്രചരിച്ചിരുന്നു. ചില സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ ജെയ്ഷെ മുഹമ്മദിന്റെ ചില നിഴൽ സംഘടനകളാണ് ഇതിന് പിന്നിൽ എന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. ഇത് നിഷേധിച്ചുകൊണ്ടാണ് ജമ്മു കശ്മീർ പോലീസ് DGPയും ആഭ്യന്തര മന്ത്രാലയവും രംഗത്തെത്തിയിരിക്കുന്നത്. അത്തരത്തിൽ യാതൊരു അട്ടിമറിയില്ല എന്നും നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള പരിശോധനകൾക്കിടെ ഇത് പൊട്ടിത്തെറിക്കുകയായിരുന്നു അബദ്ധത്തിലെന്നും മറ്റ് പ്രചരണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം എന്നുമുള്ള നിർദ്ദേശമാണ് ജമ്മു കശ്മീർ പോലീസ് നൽകുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ജമ്മുകശ്മീരിലെ നൗഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ പൊട്ടിത്തെറിയിൽ 9 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. 25-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ തന്നെ 3 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഡൽഹിയിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിർണായക യോഗം ചേരുന്നുണ്ട്. അതിൻ്റെ അന്വേഷണ പുരോഗതിയും ലഭ്യമാകുന്ന തെളിവുകളുടെ വിവരങ്ങളുമൊക്കെ വിശകലനം ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിനീത വിജിയും ബൽറാം നെടുങ്ങാടിയും ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.